നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൻ്റെ ആയുസ്സിനെക്കുറിച്ച് വളരെ ആശങ്കകളാണ് ഇപ്പോൾ പല മേഖലകളിൽ നിന്ന് പുറപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അറിയാം, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ രണ്ട് സഖ്യകക്ഷികളുടെ ബലത്തിലാണ് ഭൂരിപക്ഷം സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. 400 സീറ്റിലധികം വിജയിക്കുമെന്ന് വീമ്പിളക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്ക് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും പ്രചാരണം അഴിച്ചുവിട്ടെങ്കിലും വളരെ ദയനീയമായ ഒരു ചിത്രത്തിലാണ് അത് അവസാനിച്ചത്. 400-ലധികം സീറ്റ് കിട്ടുമെന്ന് പ്രചാരം നടത്തിയെങ്കിൽ പോലും അവസാനം വോട്ടെണ്ണിയപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് BJP നിലം പതിച്ചു. വെറും 240 സീറ്റുകൾ മാത്രമാണ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ 240 കേവല ഭൂരിപക്ഷമില്ല എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. 272 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളിടത്താണ് 400 കിട്ടുമെന്ന് പറഞ്ഞവർക്ക് 240 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. എന്തൊരു പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ BJPക്ക് ഫലം വന്നപ്പോൾ ഉണ്ടായത്. എന്നാൽ അവർ ഒപ്പം നിർത്തിയതായ രണ്ട് കക്ഷികൾ അവരെ രക്ഷിക്കാനായി തക്ക സമയത്ത് എത്തിയതുകൊണ്ട് അവർക്ക് ഒരു മന്ത്രിസഭ സാങ്കേതികമായി രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം. അതായത് ആന്ധ്രയിലെ തെലുഗുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുക്കുന്ന തെലുഗുദേശം പാർട്ടിയും അതുപോലെ ബീഹാറിൽ നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ യുവും കൂടെ ചേർന്ന് പിന്തുണച്ചപ്പോഴാണ് അവർക്ക് ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിനുള്ള സംഖ്യ തികയ്ക്കാനായി കഴിഞ്ഞത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ആശ്രയിച്ചു വേണം ഇനി വരുന്ന 5 വർഷങ്ങൾ നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ. വളരെ അസ്ഥിരമായ ഒരു സാഹചര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ രണ്ട് കക്ഷികൾ പിന്തുണയ്ക്കുന്ന തെലുഗുദേശം പാർട്ടിയെയും ജനതാദൾ യുയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അങ്ങനെ വലിയ ദേശീയ അജണ്ടയൊന്നുമുള്ള കക്ഷികളല്ല, തികച്ചും പ്രാദേശികമായ രണ്ട് കക്ഷികളാണ്. അവർക്ക് ആന്ധ്രയും ബീഹാറിനും അപ്പുറമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഉള്ളവരല്ല. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ സംസ്ഥാനങ്ങളിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ച് എക്കാലവും അവിടെ തുടരുക എന്നതാണ്. ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ പുത്രനു വേണ്ടി കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ സംസ്ഥാനത്തെ മന്ത്രിയാണ്. അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം എല്ലാവർക്കും അറിയാം. അദ്ദേഹം സൗകര്യമനുസരിച്ച് ആരോടും കൂട്ടുചേരുന്നതിന് ഒരു മടിയുമുള്ള ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം ഒരു കാലത്ത് BJPയുടെ വലിയ ശത്രുവായിരുന്നു. എന്നാൽ ഇപ്പോൾ അധികാരത്തിൻ്റെ പങ്കാളിത്തം കിട്ടുമെന്നായപ്പോൾ മിത്രമായി മാറി. അങ്ങനെയുള്ള രണ്ട് കക്ഷികളുടെ പിന്തുണയോടുകൂടെ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഏത് നിമിഷവും രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ചില വാർത്തകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ അല്പം കൗതുകകരം എന്ന് പറയാവുന്ന ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, ബീഹാറിലെ തന്നെ ഒരു കാലത്ത് അനിഷേധ്യനായിരുന്ന RJDയുടെ നേതാവായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ യാദവിൻ്റെ ഭാഗത്തു നിന്നാണ്. ലാലു പ്രസാദ് യാദവ് ഒരു കാലത്ത് ബീഹാറിൻ്റെ തർക്കമില്ലാത്ത ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം. അദ്ദേഹത്തിന് വലിയ ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം അധികാരം തൻ്റെ ഒരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ട്, ബാബറി ദേവിയെ ഏൽപ്പിച്ചുകൊണ്ട് അധികാരം ഒഴിഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രമൊന്നും അത്ര വലിയ നിറമുള്ളതല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ബീഹാറിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഒരു സമവാക്യം ബീഹാറിൽ നല്ല ഒരളവ് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തി. 40 ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ
കഴിഞ്ഞ പ്രാവശ്യം 9 സീറ്റുകൾ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തേജസ്വി യാദവിൻ്റെ RJDയും തമ്മിലുള്ള മുന്നണിക്ക് കിട്ടിയിട്ടുള്ളൂ. 30ഓളം സീറ്റുകൾ നിതീഷ് കുമാറിൻ്റെ JDUവിന് തന്നെയാണ് കിട്ടിയത്. നിതീഷ് കുമാർ അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമാണ്. എന്നാൽ വരും ദിവസങ്ങളിലൊക്കെ അവിടെയൊക്കെ രാഷ്ട്രീയ മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയായി ബഹുമാനപ്പെട്ട ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് ഓഗസ്റ്റ് തന്നെ പൂർത്തീകരിക്കും നരേന്ദ്രമോദി എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്. കേൾക്കുമ്പോൾ അല്പം കൗതുകമുണ്ട്, തമാശയായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തതിൽ ഒട്ടും പിന്നിലല്ല. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളൊന്നും ഒട്ടും മൂർച്ച കുറഞ്ഞതല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അണികളോടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഏത് നിമിഷവും ഒരു തെരഞ്ഞെടുപ്പുണ്ടാകാം. നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ആയുസ് പരിമിതമാണ്. അദ്ദേഹം ഏതാണ്ട് സമയം വരെ പറഞ്ഞിരിക്കുന്നു, ഓഗസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും മറ്റൊരു തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളണമെന്ന് അദ്ദേഹത്തിൻ്റെ അണികളോട് ഒരു സംശയവുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. അതാണിപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ കൗതുകമുണ്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പം അതിശയോക്തിയുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും അടിസ്ഥാനപരമായി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയുടെ കാലാവധി 5 വർഷം തികയ്ക്കുമെന്ന് അത്ര അസന്നിഗ്ധമായി പറയാവുന്ന ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്നത്. നമ്മൾ ഒരു തമാശ രൂപേണ പറയുന്നു, 2 ഊന്നുവടികളുടെ ബലത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഊന്നുവടികൾ ഏത് സമയവും ഒന്നുകിൽ അവരുടെ സ്ഥാനം മാറ്റിപ്പിടിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു ചില മാറ്റങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്തുണ്ടായി എന്ന് വരാം. ഈ സഖ്യകക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക പ്രതിബദ്ധത ഒന്നിനോടുമില്ലാത്തത് കൊണ്ട് തരം പോലെയൊക്കെ നിൽക്കുന്ന ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതുകൊണ്ട് പറയുന്നത് ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും സമയബന്ധിതമായി ഓഗസ്റ്റ് എന്നൊക്കെ പറയുമെങ്കിലും അനിശ്ചിതത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നം നരേന്ദ്രമോദിയുടെ 3ാം സർക്കാരിനെ പിടികൂടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അപ്രമാദിത്വം ഇനിയും ഈ വരുന്ന മന്ത്രിസഭയിലൊന്നും പ്രധാനമന്ത്രിക്ക് കാട്ടാൻ സാധ്യമല്ല. ചർച്ചയില്ലാതെ ബില്ലുകളും നിയമങ്ങളും ഒക്കെ ദോശ ചുടുന്ന ലാഘവത്തോടെ പാസ്സാക്കി കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നതിൻ്റെ സൂചന ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ലഭിച്ചു കഴിഞ്ഞു. അതിശക്തമായ ആഞ്ഞടിയോടുകൂടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ 18ാം ലോക്സഭയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിനേക്കാൾ ശക്തമായി അവർ മുന്നേറും. ഈ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും അതുപോലെ തന്നെ തേജസ്വി യാദവും അതുപോലെ DMKയുടെയും മറ്റ് പ്രാദേശിക കക്ഷികളുടെയും ഒക്കെ പിന്തുണയോടുകൂടി പ്രതിപക്ഷം വളരെ ശക്തിയോടുകൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. 234 പേരുള്ള ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ പാർലമെൻറ്റിലുള്ളത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ 3ാം സർക്കാരിൽ അനിശ്ചിതത്വമുണ്ട്. ഏത് നിമിഷവും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകാം എന്ന് സംശയിക്കുന്നെങ്കിൽ അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. ശക്തിയായ വാക്പോരാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവരുടെ ശരീരഭാഷയിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ അല്പമൊക്കെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട് എന്നുള്ളതും പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്.